നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. മണ്ണുത്തിയിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. ലോറിയിൽ മുന്തിരിപ്പെട്ടികൾക്കിടയിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച 2600 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. 2 പേർ അറസ്റ്റിൽ. സ്പിരിറ്റ് വാങ്ങാനെത്തിയ ആൾ എക്സൈസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടു. അകമലയിൽ വീണ്ടും ഭീതി വിതച്ച് കാട്ടാനക്കൂട്ടം. ചാക്യാർകുന്ന് മേഖലയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പുരയിടത്തിലെത്തിയ കാട്ടാനയുടെ ദൃശ്യങ്ങൾ CCTVയിൽ. സർക്കാർ പ്രഖ്യാപിച്ച സൗര തൂക്കുവേലി ഉടൻ സ്ഥാപിച്ചില്ലെങ്കിൽ പ്രദേശത്ത് വലിയ ദുരന്തമുണ്ടാകുമെന്ന് നാട്ടുകാർ. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ നവീകരണം അവസാന ഘട്ടത്തിൽ. പുതിയ സ്റ്റേഷൻ കവാടവും ടിക്കറ്റ് കൗണ്ടറും തുറന്നു നൽകി. പുതിയ കെട്ടിടത്തിൽ ഇരുവശങ്ങളിലായി 8 ടിക്കറ്റ് കൗണ്ടറുകൾ സജ്ജീകരിച്ചതോടെ ടിക്കറ്റ് എടുക്കാൻ യാത്രക്കാർ നേരിട്ടിരുന്ന പ്രയാസത്തിന് പരിഹാരം. ഡിസംബർ അവസാനത്തോടെ മുഴുവൻ പ്രവൃത്തികളും പൂർത്തിയാകുമെന്ന് അധികൃതർ. വാർത്തകൾ വിശദമായി. തൃശൂർ മണ്ണുത്തിയിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. ലോറിയിൽ മുന്തിരിപ്പെട്ടികൾക്കടിയിൽ ഒളിപ്പിച്ചു കടത്തിയ 2600 ലിറ്റർ സ്പിരിറ്റാണ് പിടികൂടിയത്. സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. അതേസമയം സ്പിരിറ്റ് വാങ്ങാനെത്തിയ ആൾ എക്സൈസിനെ വെട്ടിച്ച് വാഹനത്തിൽ രക്ഷപ്പെട്ടു. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും തൃശൂർ റേഞ്ചും സംയുക്തമായി പുലർച്ചെ മണ്ണുത്തി ദേശീയപാതയിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് സ്പിരിറ്റ് പിടികൂടിയത്. 79 കന്നാസുകളിലായാണ് 2600 ലിറ്റർ സ്പിരിറ്റ് കടത്തിയത്. സംഭവത്തിൽ പാലക്കാട് സ്വദേശി ഹരി, പഴുവിൽ സ്വദേശി പ്രദീപ് എന്നിവർ പിടിയിലായി. ബാംഗ്ലൂരിൽ നിന്ന് മുന്തിരിക്കച്ചവടത്തിന്റെ മറവിൽ കൊണ്ടുവന്ന സ്പിരിറ്റാണ് പിടികൂടിയത്. തൃശൂർ സ്വദേശിക്ക് കൈമാറാൻ ലക്ഷ്യം വെച്ചായിരുന്നു പ്രതികൾ സ്പിരിറ്റ് കൊണ്ടുവന്നത്. ഇതിനിടെയാണ് എക്സൈസ് പിടികൂടിയത്. അതേസമയം സ്പിരിറ്റ് വാങ്ങാനെത്തിയയാൾ എക്സൈസിനെ വെട്ടിച്ച് വാഹനത്തിൽ രക്ഷപ്പെട്ടു. ഇയാൾക്കായി എക്സൈസ് സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് ഇത്രയും വലിയ അളവിൽ സ്പിരിറ്റ് കൊണ്ടുവന്നത്, എന്തിനാണ് സ്പിരിറ്റ് കൊണ്ടുവന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും എക്സൈസ് അന്വേഷിക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൈ കാണിച്ചിട്ടും ബസ് നിർത്താത്തതിനെ തുടർന്ന് മാങ്കുറിശ്ശിക്ക് സമീപം സ്വകാര്യ ബസ്സിനു നേരെ കല്ലേറ്. മിന്നൽ പണിമുടക്ക് നടത്തി പാലക്കാട് ഗുരുവായൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഗുരുവായൂർ പാലക്കാട് റൂട്ടിലോടുന്ന സുപ്രഭാതം ബസ്സിനു നേരെ കല്ലേറുണ്ടായത്. മാങ്കുറിശ്ശിക്ക് സമീപം സ്റ്റോപ്പില്ലാത്ത ഭാഗത്ത് ചിലർ ബസ്സിന് കൈ കാണിച്ചിട്ടും ബസ് നിർത്തിയില്ല. ഇതിൽ പ്രകോപിതരായാണ് ഇവർ കല്ലേറ് നടത്തിയത്. കല്ലേറിൽ ബസ്സിൻ്റെ പിൻവശത്തെ ചില്ല് പൂർണ്ണമായും തകർന്നു. പ്രതികളെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഗുരുവായൂർ പാലക്കാട് റൂട്ടിലെ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തിയത്. സ്വകാര്യ ബസ്സുകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നത് തടയാൻ നടപടി സ്വീകരിക്കണമെന്ന് BMS ജില്ലാ വൈസ് പ്രസിഡന്റ് ശിവദാസ് ആവശ്യപ്പെട്ടു. രീതിക്കുള്ള മുന്നോട്ട് പോകുന്ന ഒരു നടപടി കുറേ മാസങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ശക്തമായിട്ട് തന്നെ അത്തരത്തിലുള്ള കുറ്റം ചെയ്യുന്നവരെ നടപടിയെടുക്കണമെന്നും അത് നിയമത്തിന്റെ മുന്നിൽ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് തൊഴിലാളികൾ ഒരു പണിമുടക്കിലേക്ക് മുന്നോട്ട് പോയിരിക്കുന്നത്. ശക്തമായ നടപടിയെടുത്തില്ലെങ്കിൽ വീണ്ടും ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുന്നതാണ് ഭാരതീയ മുസ്ലിംത്തിന് പറയാൻ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പറളിയിൽ ട്രെയിൻ തട്ടി ഹോട്ടൽ ജീവനക്കാരൻ മരിച്ചു. തേനൂർ അത്താഴംപറ്റക്കാവ് എണ്ണപ്പാടം വീട്ടിൽ ചാമിയുടെ മകൻ ഭാസ്കരനാണ് മരിച്ചത്. ചൊവ്വാഴ്ച വൈകുന്നേരം 6:30 റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടെയാണ് അപകടം. ചൊവ്വാഴ്ച വൈകുന്നേരം 6:30 സംഭവം. ചരക്കുവണ്ടി കടന്നുപോയതിനു ശേഷം റെയിൽവേ ട്രാക്ക് മുറിച്ചു കിടക്കുന്നതിനിടെ എതിർദിശയിൽ വന്ന ട്രെയിൻ തട്ടുകയായിരുന്നു. ചെന്നൈയിൽ ഹോട്ടൽ ജീവനക്കാരനായ ഭാസ്കരൻ അവധിക്ക് നാട്ടിലെത്തിയതായിരുന്നു. തേനൂർ തിരുവഞ്ചിക്ക് സമീപമാണ് അപകടം നടന്നത്. മൃതദേഹം ജില്ലാശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകി. ഭാര്യ പുഷ്പലത, മക്കൾ നിതീഷ്, നിഷ, മരുമകൻ രാജേന്ദ്രൻ. ന്യൂസ് ബ്യൂറോ, കോട്ടായി. നവീകരണം പുരോഗമിക്കുന്ന ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കാൻ യാത്രക്കാർ നേരിട്ടിരുന്ന പ്രയാസത്തിന് പരിഹാരം. സ്റ്റേഷന്റെ പുതിയ പ്രവേശന കവാടം, കെട്ടിടവും ടിക്കറ്റ് കൗണ്ടറും തുറന്നു നൽകി. ഇടതുഭാഗത്ത് 5 കൗണ്ടറുകളും വലതുഭാഗത്ത് 3 കൗണ്ടറുകളുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. മാസങ്ങളായി പഴയ കെട്ടിടത്തിൽ താൽക്കാലികമായി പ്രവർത്തിക്കുന്ന ടിക്കറ്റ് കൗണ്ടറിൽ വലിയ തിരക്കാണ് രാവിലെയും വൈകിട്ടും അനുഭവപ്പെടാറ്. ട്രെയിനിലെ ഇരിപ്പിടത്തിൻ്റെ അതേ രൂപത്തിലാണ് ഒരു ഭാഗത്ത് ടിക്കറ്റ് കൗണ്ടർ ഒരുക്കിയിട്ടുള്ളത്. രാവിലെ ജോലിക്ക് പോകുന്നവർക്ക് ടിക്കറ്റ് കൗണ്ടറുകളുടെ എണ്ണം കുറവായതിനാൽ ഏറെ നേരം കാത്തുനിൽക്കേണ്ടി വരാറുണ്ട്. പുതിയ കെട്ടിടത്തിലെ ടിക്കറ്റ് കൗണ്ടർ തുറന്നു നൽകിയതോടെ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ് അധികൃതർ പറയുന്നത്. റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാർക്ക് ഇനി മുതൽ പുതിയ കവാടത്തിലൂടെ പ്ലാറ്റ്ഫോമിലെത്താം. പുതിയ കെട്ടിടത്തിലെ പണികൾ പൂർത്തീകരിച്ച ശേഷമാണ് തുറന്നു നൽകിയത്. അതേസമയം പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നതിന് യാത്രക്കാർക്കുള്ള നടപ്പാതകൾ ഇപ്പോഴും തുറന്നു നൽകിയിട്ടില്ല. റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുന്നതിനായി അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി
12,94,00,000 രൂപയുടെ പദ്ധതിയാണ് സ്റ്റേഷനിൽ പ്രാവർത്തികമാക്കുന്നത്. കൂടുതൽ വിശാലമായ സ്ഥല സൗകര്യങ്ങളോടുകൂടിയുള്ള കവാടം വിപുലീകരിക്കൽ, യാത്രക്കാരുടെ വാഹനം നിർത്തിയിടാൻ 5000 ചതുരശ്ര അടി വിസ്തൃതിയുള്ള പാർക്കിംഗ് സൗകര്യം, റെയിൽവേ സ്റ്റേഷന്റെ മുൻവശത്ത് സൗന്ദര്യവൽക്കരണം എന്നിവയെല്ലാം ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി പുതിയ പാതയുടെ നിർമ്മാണവും പുരോഗമിക്കുന്നുണ്ട്. ഇതിന്റെ അഴുക്കുചാൽ നിർമ്മാണം, സുരക്ഷാ ഭിത്തി നിർമ്മാണം എന്നീ പ്രവൃത്തികളും അവസാന ഘട്ടത്തിലാണ്. ഡിസംബർ അവസാനത്തോടെ എല്ലാ പണികളും പൂർത്തിയാക്കി നവീകരിച്ച റെയിൽവേ സ്റ്റേഷൻ തുറന്നു നൽകാൻ കഴിയുമെന്നാണ് അധികൃതർ പറയുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കർഷകരോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെ കർഷക കോൺഗ്രസ് മാത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധ പ്രകടനം കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജി ശിവരാജ് ഉദ്ഘാടനം ചെയ്തു. നെല്ല് നമ്മൾ മുഖ്യവസ്തുവാണ്. ആ നെല്ല് ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഈ നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങളും, രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും സമൂഹവും തൊഴിലാളികളും എന്നുവേണ്ട എല്ലാ വിഭാഗവും ആളുകളും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയുള്ളവരാണ്. നമ്മളൊരു കാർഷിക പ്രദേശമാണ്. അപ്പോൾ ഈ ജില്ലയിൽ എന്നല്ല ഈ സംസ്ഥാനത്ത് തന്നെ കാർഷിക വൃത്തി അന്യം നിന്നു പോകുന്ന ഒരവസ്ഥയിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം ഭക്ഷ്യോൽപ്പന്നമായതുകൊണ്ട് അതിന്റെ ഗൗരവം ഇരട്ടി വർദ്ധിപ്പിക്കുന്നു എന്നാണ് ഞാനും നിങ്ങൾ മനസ്സിലാക്കിയത്. വർഷം തോറും നെല്ലിന്റെ സംഭരണ വില വെട്ടിക്കുറിച്ച് കർഷക ദ്രോഹപരമായ നടപടികളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പിന്തുടരുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ജി ശിവരാജൻ പറഞ്ഞു. മാത്തൂർ ബംഗ്ലാവ് സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ചുങ്കമന്നം സെന്ററിൽ സമാപിച്ചു. പ്രതിഷേധ യോഗത്തിൽ കർഷക കോൺഗ്രസ് മാത്തൂർ മണ്ഡലം പ്രസിഡന്റ് രാജീവ് അധ്യക്ഷനായി. പിരായിരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി കെ പ്രിയകുമാരൻ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി നാരായണദാസ്, കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പി വി പങ്കജാശൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. അജിത് കുമാർ സ്വാഗതവും രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. അകമലയിൽ വീട്ടുവളപ്പിലെത്തി ഭീതി വിതച്ച് കാട്ടാനക്കൂട്ടം. അകമല ചാക്യാർകുന്ന് മേഖലയിലാണ് കാട്ടാനകളെത്തി നാശം വിതച്ചത്. പുരയിടത്തിലെത്തിയ കാട്ടാനയുടെ ദൃശ്യം CCTVയിൽ പതിഞ്ഞു. പുലർച്ചെ 2:30യോടെയായിരുന്നു സംഭവം. പ്രദേശവാസിയായ ജയന്റെ പുരയിടത്തിനു ചുറ്റുമുള്ള കമ്പിവേലി തകർത്താണ് കാട്ടാനക്കൂട്ടം വീട്ടുവളപ്പിൽ കയറിയത്. പറമ്പിൽ കയറിയ കാട്ടാന തെങ്ങും കവുങ്ങിൻ തൈകളും വാഴകളും നശിപ്പിച്ചു. സമീപത്തെ നെൽപ്പാടത്തെ നെൽച്ചെടികളും വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട്. ഒന്നര മാസം മുമ്പ് ഇതേ മേഖലയിലെ പൂക്കുന്നത്ത് ബാബുവിൻ്റെ നേരെ പാഞ്ഞടുത്ത കാട്ടാന ഏറെ ഭീതി പടർത്തിയിരുന്നു. അടിക്കടി അകമല മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതും കാർഷിക വിളകൾ നശിപ്പിക്കുന്നതും പ്രദേശത്തെ ജനങ്ങളുടെ സ്വൈരജീവിതം വഴിമുട്ടിച്ചിരിക്കുകയാണ്. സർക്കാർ പ്രഖ്യാപിച്ച സൗര തൂക്കുവേലി അടിയന്തരമായി സ്ഥാപിച്ചില്ലെങ്കിൽ പ്രദേശത്ത് വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മങ്കര പോലീസ് സ്റ്റേഷൻ വളപ്പിലെ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന കൂറ്റൻ മരം വെട്ടിമാറ്റാനുള്ള നടപടി നീളുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്നു. ജില്ലാ കളക്ടർക്ക് പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രദേശവാസികൾ. മങ്കര പോലീസ് സ്റ്റേഷൻ വളപ്പിലെ കാലപ്പഴക്കം ചെന്ന പടുകൂറ്റൻ മരമാണ് സമീപത്തെ റോഡിലേക്കും വീടുകളിലേക്കുമൊക്കെ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. നിരവധി യാത്രക്കാരും വാഹനങ്ങളും കടന്നുപോകുന്നത് ഈ മരത്തിന് സമീപത്തുള്ള പാതയിലൂടെയാണ്. കൂടാതെ ഓട്ടോ സ്റ്റാൻഡും യാത്രക്കാരുടെ വിശ്രമ സ്ഥലവും ഇതിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കും മരം ഭീഷണി തന്നെയാണ്. ശക്തമായൊരു കാറ്റടിച്ചാൽ ഏതു സമയവും മരം വീഴാവുന്ന സ്ഥിതിയിലാണ് നിൽക്കുന്നത്. നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും മരം വെട്ടാനുള്ള നടപടി സ്വീകരിച്ചില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വൻ ദുരന്തമുണ്ടാകുന്നതിന് മുൻപ് മരം വെട്ടിമാറ്റാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് കുറേ പ്രാവശ്യം കംപ്ലൈൻറ്റ് എല്ലാം ചെയ്ത് ഇത് വെട്ടാൻ എന്നുള്ളൊരു ട്രാൻസ്ഫറൊക്കെ പറഞ്ഞു വന്നാണ്. ഇനി അത് വെട്ടി പോകുന്നൊരു കാണുന്നില്ല. ഇനി ഇവിടെ ചേർന്ന കുറേ ഓട്ടോറിക്ഷകളുണ്ട്, അപ്പുറത്ത് വീടുണ്ട്, ഇപ്പുറത്ത് പോലീസ് സ്റ്റേഷനുണ്ട്. ഇതിൻ്റെ കൊമ്പൊക്കെ ഇടിഞ്ഞു വീണ ജീവഹാനികൾ സംഭവിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതിനും എത്രയും പേർക്ക് ഇതൊന്ന് വെട്ടി മാറ്റിയിട്ട് ജനങ്ങളുടെ സുരക്ഷിതം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. പോലീസ് സ്റ്റേഷൻ കിഴക്ക് ഭാഗത്തായിട്ടുള്ള മേൽപ്പറഞ്ഞ മതിലിൻ്റെ ഉയരത്ത് ഒരു വീഴാറായ വലിയൊരു മരം, പൂമരം തന്നെ അതിന് പറയും. സാധാരണ തീരെ ബലമില്ലാത്തൊരു മരമാണത്. ഒരുപാട് ആളുകൾ, വിദ്യാർത്ഥികളും വഴിയാത്രക്കാരും അവരുടെ പാർക്കിംഗ് വാഹനങ്ങളൊക്കെ നിർത്തുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് വളരെ ഭീഷണിയാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ പറഞ്ഞാൽ ഏത് സമയത്തും കാറ്റും വഴിയുള്ളൊരു കാലാവസ്ഥ.
പണ്ടൊക്കെ വേനൽക്കാലം മഴക്കാലം ഉണ്ട്. ഇപ്പോൾ ആ കാലങ്ങളൊന്നും മാറി. ഇപ്പം എല്ലാ സമയത്തും കാറ്റും മഴയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുടെ സ്വത്തിനും അതുപോലെ ജനങ്ങളുടെ പിന്നെ ആയുസിനൊക്കെ അപകടം വരുത്തുന്ന ഒരു പ്രവണത ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വേണ്ടപ്പെട്ട അധികാരികൾ ഒരു മുന്നറിയിപ്പായി ശ്രദ്ധിച്ചുകൊണ്ട് എത്രയും വേഗം ഈ മരപ്പെടുന്ന് നിർത്തി തരണമെന്ന് ഞാൻ ഈ നാട്ടിലെ ഒരു ചെറിയൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വെളിയൂർ ഗ്രാമപഞ്ചായത്തിൽ അംഗൻവാടികളിലെ പ്രീ സ്കൂൾ കുട്ടികൾക്ക് ഏകീകൃത യൂണിഫോം വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. സാധാരണ എല്ലാ പരിപാടികളെയും പോലെയല്ല, കേരളത്തിൽ ആദ്യമായി ഒരു ഗ്രാമപഞ്ചായത്ത് തന്നെ ഫണ്ട് വെച്ചുകൊണ്ട് അംഗൻവാടി വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പ്രൈമറി പഠിക്കുന്ന അംഗൻവാടികളിലൂടെ ഉള്ള കുട്ടികൾക്ക് യൂണിഫോം വിതരണം ചെയ്യുകയാണ്. അതും നമ്മുടെ ലാബിലടക്കം വെച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ വനിതാ ശിശു വികസന വകുപ്പിൻ്റെയും ഒക്കെ ലാബിലോട് കൂടിയിട്ടുള്ള ഒരു നല്ല യൂണിഫോം, നല്ല കളറും ആയിട്ടുള്ള യൂണിഫോമാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. വെളിയൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ ICDS എംബ്ലം കൂടി ഉൾപ്പെടുത്തിയ ബാഡ്ജ് സഹിതമുള്ള ഏകീകൃത യൂണിഫോമാണ് വിതരണം ചെയ്തത്. പ്രീ പ്രൈമറി വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുക, കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക, രക്ഷിതാക്കളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക, പ്രീ സ്കൂൾ ക്ലാസുകളിലേക്ക് കൂടുതൽ കുട്ടികളെ ആകർഷിക്കുക തുടങ്ങിയവ ലക്ഷ്യമിട്ടാണ് വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇത്തരം പദ്ധതിക്ക് തുടക്കമിട്ടത്. വെളിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP നൌഫൽ സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ പ്രസിഡന്റ് ബേബി ഗിരിജ അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ K ജയശ്രീ റിപ്പോർട്ട് അവതരിപ്പിച്ചു. AK ഉണ്ണികൃഷ്ണൻ, രാജീവ് മണികണ്ഠൻ, നീലടി സുധാകരൻ, K ബിന്ദു, K സിന്ധു, അമ്പിളി, ദിവ്യ വിജയൻ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. P ലേഖ പരിപാടിക്ക് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കുളപ്പള്ളി ന്യൂ പവേഴ്സ് ക്ലബിന്റെയും ഫയർഫോഴ്സിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പൊതുപ്രവർത്തകൻ TH ഫിറോസ് ബാബു ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദൈനംദിന ജീവിതത്തിലെ സുരക്ഷയെ ആസ്പദമാക്കിയാണ് ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. നാം ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ സുരക്ഷിതമായ രീതിയിൽ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ, ഗ്യാസ് സ്റ്റൗ, ഇലക്ട്രിക് ഉപകരണങ്ങൾ തുടങ്ങിയവ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, തീപിടുത്തമുണ്ടായാൽ എങ്ങനെ നേരിടാം തുടങ്ങിയവ സംബന്ധിച്ചാണ് ക്ലബ്ബ് പരിസരത്തെ വീട്ടമ്മമാർക്കും കുട്ടികൾക്കുമായി ക്ലബ്ബ് അങ്കണത്തിൽ വെച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ഷൊർണൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഫാഹിദ് ക്ലാസ് നയിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഇതാ കണ്ടല്ലോ, നമ്മൾ ഒരു നല്ല ഉറപ്പുള്ള തുണി എടുത്തു. ആ തുണിയെ 3 ഭാഗമാണ്. ഇതാ ഇത് ഭാഗം, ഇതുവരെ 2 ഭാഗം, ഇതോ 3 ഭാഗം. ഓക്കെ, അതിൽ ഒന്നാമത്തെ ഭാഗം തീരുന്ന ഭാഗത്ത് നമ്മൾ എന്ത് വെച്ചു? നമ്മുടെ ഒന്നാമത്തെ റോഡ് വെച്ചു, ഒന്നാമത്തെ കമ്പ് വെച്ചു. ഓക്കെ, കമ്പ്, റോഡ് എന്തും പറയാം. ഓക്കെ, മനസ്സിലാകുന്നില്ലേ? വെച്ചു. അതിനുശേഷം ആ ചെറിയ ഭാഗം ആ ഒന്നാമത്തെ കമ്പിന്റെ മുകളിലൂടെ എന്ത് ചെയ്തു? ശ്രദ്ധിക്കണം കേട്ടോ. ഒന്നാമത്തെ കമ്പിന്റെ മുകളിലൂടെ ഉള്ളിലേക്ക് മടക്കി. ചേട്ടോ, ക്ലിയർ അല്ലേ? മടക്കി. അതിനുശേഷം ഇപ്പൊ ആര് ലോക്കായി? ഒന്നാമത്തെ കമ്പ് ലോക്കായി. ക്ലബ്ബ് പ്രസിഡന്റ് സജിത്ത്, സെക്രട്ടറി രവീഷ്, ദിനേശ്, അനൂപ്, ശ്രീകുട്ടൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കഴിഞ്ഞ ദിവസം വിട പറഞ്ഞ CPM നേതാവ് അബ്ദുൾ റഹ്മാന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് പത്തിരിപ്പാലയിൽ സർവകക്ഷി അനുസ്മരണ യോഗം ചേർന്നു. CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ ഹരിതകർമ്മസേനയുടെ ആ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിച്ചിരുന്നു. അതും വളരെ നല്ല രൂപത്തിൽ നിർവഹിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള ഒരു സഖാവും കൂടിയാണ്. പിന്നെ പള്ളി കമ്മിറ്റി എന്നുള്ള നിലയ്ക്ക് ഉള്ള പ്രവർത്തനങ്ങൾ, ഇങ്ങനെ ഏത് മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ എടുത്താലും ആ സഖാവ് ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ ആ പ്രവർത്തനങ്ങളിലെല്ലാം അതാത് വിഭാഗം ജനങ്ങൾക്ക് ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കിട്ടേണ്ട സേവനങ്ങൾ സമയബന്ധിതമായി കിട്ടുന്നതിനാവശ്യമായിട്ടുള്ള വളരെ താല്പര്യത്തോടുകൂടി നടത്തിയിട്ടുള്ള പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ ജനകീയ അംഗീകാരം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സർവകക്ഷി അനുസ്മരണ യോഗത്തിൽ മണ്ണൂർ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ അധ്യക്ഷനായി. മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സനിത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS അബ്ദുൽ മുത്തലി, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ തങ്കപ്പൻ, PK അശ്വജിത്ത്,
VM അൻവർ സാദിഖ്, സുജിത് കുമാർ, TR ശശി, PC സുമ, പ്രമോദ്, PM യൂസഫ്, PK പുരുഷോത്തമൻ, KB ശശിധരൻ എന്നിവർ സംസാരിച്ചു. വൻ ജനാവലിയാണ് അനുശോചന സമ്മേളനത്തിൽ പങ്കെടുത്തത്. CPM പ്രാദേശിക നേതാവും ചന്ദ്രപ്പുറം സ്വദേശിയുമായ അബ്ദുൾ റഹ്മാൻ കഴിഞ്ഞ ദിവസമാണ് ഫുട്ബോൾ കളിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കൊപ്പം ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഡിസംബർ 6 വെള്ളിയാഴ്ച വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിക്കും. ഉദ്ഘാടനത്തിന് മുന്നോടിയായി മുഹമ്മദ് മുഹസിൻ MLA സ്ഥലം സന്ദർശിച്ച് ഒരുക്കങ്ങൾ വിലയിരുത്തി. കൊപ്പം കൊഴിഞ്ഞിപ്പറമ്പ് പ്രദേശത്ത് 110 kV സബ്സ്റ്റേഷനോട് ചേർന്ന് KSEBയുടെ സ്വന്തം സ്ഥലത്താണ് പുതിയ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നത്. രൂപീകരിച്ച കാലം മുതൽ വിവിധ വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചു വന്നിരുന്ന കൊപ്പം ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് കൂടുതൽ സൗകര്യങ്ങളോടെയാണ് പുതുതായി നിർമ്മിച്ച KSEBയുടെ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറുന്നത്. കൊപ്പം കൊഴിഞ്ഞിപ്പറമ്പ് പ്രദേശത്ത് 110 kV സബ്സ്റ്റേഷനോട് ചേർന്ന് KSEBയുടെ സ്വന്തം സ്ഥലത്ത് നിർമ്മിച്ച പുതിയ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഡിസംബർ 6 വെള്ളിയാഴ്ച മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിക്കും. ചടങ്ങിൽ VK ശ്രീകണ്ഠൻ MP മുഖ്യ അതിഥിയാവും. മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷത വഹിക്കും. ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര IAS, KSEB മാനേജിംഗ് ഡയറക്ടർ ബിജു പ്രഭാകർ IAS തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിക്കും. ഉദ്ഘാടനത്തിന് മുന്നോടിയായി മുഹമ്മദ് മുഹസിൻ MLA സ്ഥലം സന്ദർശിച്ച് ഒരുക്കങ്ങൾ വിലയിരുത്തി. ആളുകൾക്ക് വന്ന് ഇലക്ട്രിസിറ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരിട്ട് കാണാനും കൂടുതൽ അതുപോലെ തന്നെ ക്യാഷ് അടക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ സൗകര്യപ്രദമായ രീതിയിൽ ഉള്ളൊരു ഓഫീസാണ്. അപ്പോൾ അത്യാവശ്യം ആളുകൾ ക്യാഷ് അടക്കാനും ഓൺലൈനായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ സെഷൻ ഓഫീസിലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നടക്കും. ക്യാഷ് അടക്കേണ്ടവർക്ക് അത് അടക്കാനുള്ള സൗകര്യം ഉണ്ടാവും. MLAക്കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KG പോറ്റി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KT സുരേഷ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ജയേഷ് തുടങ്ങിയവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ സ്പെക്ട്രം 2024 തൊഴിൽ മേള ഡിസംബർ 6 മലമ്പുഴ ITIയിൽ നടക്കും. സാങ്കേതിക പരിജ്ഞാന സർട്ടിഫിക്കറ്റ് ലഭിച്ചവർക്കും മുൻപരിചയമുള്ളവർക്കും തൊഴിൽ മേളയിൽ പങ്കെടുക്കാൻ കഴിയുമെന്ന് മലമ്പുഴ ITI പ്രിൻസിപ്പൽ EK മുഹമ്മദ് അഷ്റഫ് പാലക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള 50-ലധികം കമ്പനികൾ തൊഴിൽ നൽകുന്നതിനായി രംഗത്ത് വന്നിട്ടുണ്ട്. 1500-ലധികം ഒഴിവുകളിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ തേടുന്നത്. സാങ്കേതിക പരിജ്ഞാനമുള്ളവർക്കും മുൻപരിചയമുള്ളവർക്കും തൊഴിൽ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നതെന്ന് മലമ്പുഴ ITI പ്രിൻസിപ്പാൾ മുഹമ്മദ് അഷ്റഫ് പറഞ്ഞു. ജില്ലയിലെ സർക്കാർ സ്വകാര്യ പട്ടികജാതി വകുപ്പിന് കീഴിലെ വിദ്യാർത്ഥികൾക്ക് തൊഴിൽമേളയിൽ പങ്കെടുക്കാനാകും. DWMS പോർട്ടലിലൂടെയാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടതെന്നും മുഹമ്മദ് അഷ്റഫ് അറിയിച്ചു. വ്യാവസായിക പരിശീലന വകുപ്പ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും 2017 മുതൽ സ്പെക്ട്രം തൊഴിൽ മേളകൾ സംഘടിപ്പിച്ചു വരുന്നു. ITIകളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് അനുയോജ്യമായ തൊഴിലിടങ്ങളെ പരിചയപ്പെടുത്തുക, വ്യവസായ സ്ഥാപനങ്ങൾക്ക് സാങ്കേതിക പരിജ്ഞാനം നേടിയ വിദഗ്ധ തൊഴിലാളികളെ ലഭ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് വ്യാവസായിക പരിശീലന വകുപ്പ് സ്പെക്ട്രം ജോബ് ഫെയറുകൾ സംഘടിപ്പിക്കുന്നത്. പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ ചെലവിൽ നടത്തപ്പെടുന്ന ഈ തൊഴിൽ മേളയിൽ ഉദ്യോഗാർത്ഥികൾക്കോ സ്ഥാപനങ്ങൾക്കോ യാതൊരുവിധ സാമ്പത്തിക ബാധ്യതകളും ഉണ്ടാക്കുന്നില്ല. പാലക്കാട് ജില്ലയിൽ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന 9 സർക്കാർ ITIകൾക്ക് പുറമെ പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന 3 സ്വകാര്യ മേഖലയിൽ 17 സ്ഥാപനങ്ങളാണുള്ളത്. നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അഥവാ NTC, സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് അഥവാ STC, നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് NSC എന്നിവ കരസ്ഥമാക്കിയ പുതിയ ഉദ്യോഗാർത്ഥികൾക്ക് പുറമെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ തൊഴിൽ മേള പ്രയോജനപ്പെടുത്താവുന്നതാണ്. സ്പെക്ട്രം 2024 മേളയുടെ ഉദ്ഘാടനം V ജനാർദ്ദനൻ, TV ശ്രീജിത്ത്, TP ബിജേഷ് ബാബു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണുത്തിയിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. ലോറിയിൽ മുന്തിരിപ്പെട്ടികൾക്കിടയിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച 2600 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. 2 പേർ അറസ്റ്റിൽ. സ്പിരിറ്റ് വാങ്ങാനെത്തിയ ആൾ എക്സൈസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടു. അകമലയിൽ വീണ്ടും ഭീതി വിതച്ച് കാട്ടാനക്കൂട്ടം. ചാക്യാർകുന്ന് മേഖലയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പുരയിടത്തിലെത്തിയ കാട്ടാനയുടെ ദൃശ്യങ്ങൾ CCTVയിൽ. സർക്കാർ പ്രഖ്യാപിച്ച സൗര തൂക്കുവേലി ഉടൻ സ്ഥാപിച്ചില്ലെങ്കിൽ പ്രദേശത്ത് വലിയ ദുരന്തമുണ്ടാകുമെന്ന് നാട്ടുകാർ. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ നവീകരണം അവസാന ഘട്ടത്തിൽ. പുതിയ സ്റ്റേഷൻ കവാടവും ടിക്കറ്റ് കൗണ്ടറും തുറന്നു നൽകി. പുതിയ കെട്ടിടത്തിൽ ഇരുവശങ്ങളിലായി 8 ടിക്കറ്റ് കൗണ്ടറുകൾ സജ്ജീകരിച്ചതോടെ ടിക്കറ്റ് എടുക്കാൻ യാത്രക്കാർ നേരിട്ടിരുന്ന പ്രയാസത്തിന് പരിഹാരം. ഡിസംബർ അവസാനത്തോടെ മുഴുവൻ പ്രവൃത്തികളും പൂർത്തിയാകുമെന്ന് അധികൃതർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു.